ചുമച്ചുകൊണ്ട് തുടങ്ങാമെന്ന് കരുതി. കാരണം നമ്മുടെ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ് 24th മാർച്ച്. പണ്ടൊക്കെ ചുമ വന്നിരുന്നതിൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് TB ആയിരുന്നു. ട്യൂബർകുലോസിസ്, ക്ഷയം എന്ന് പറഞ്ഞിരിക്കുന്ന അസുഖമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊക്കെ ചുമ കേട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സമൂഹത്തിൽ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു കാര്യം കോവിഡാണ്. കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചുമ. ഈവൻ കോവിഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫോണിലെ ട്യൂണിലൊക്കെ ചുമ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് ആളുകൾക്ക് അത് കൂടുതലായിട്ടുള്ള ചെസ്റ്റ് റിലേറ്റഡ് ആയ ചേഞ്ചസ് ഒക്കെ വരുന്നത് കാരണം ചുമ വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഒക്കെ നമ്മൾ ക്ഷയരോഗം ആയിട്ടാണ് ഇതിനെ അസോസിയേറ്റ്. ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർകുലോസിസ്, ട്യൂബർകുലർ ബാസിലി എന്ന് പറഞ്ഞിരിക്കുന്ന അതേ സ്പീഷീസിലോ അതേ ഒരു കാറ്റഗറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ് ട്യൂബർകുലോസിസ് വരുന്നത്. ട്യൂബർകുലോസിസ് നീറ്റായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പണ്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് ആയിട്ട് രോഗികളെ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാരണം അത് പെട്ടെന്ന് പടർന്നു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഇത് വരുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഈ എന്താ പറയുക, ചെസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയും. അതായത് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ റെസ്പിറേറ്ററി മെഡിസിൻ വിഭാഗത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ടാവും. ആ സമയത്തൊക്കെ ട്യൂബർകുലോസിസ് പേഷ്യൻസിനെ കാണാറുണ്ട്. അതിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള ചില കാറ്റഗറി പേഷ്യൻസിനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള റൂമിലോ വാർഡിലോ ഒക്കെ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അത് MDR-TB അല്ലെങ്കിൽ XDR-TB എന്ന രൂപത്തിലേക്ക്, അതായത് എക്സ്റ്റെൻസീവ് ആയിട്ട് ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്യൂബർകുലോസിസ് ഉള്ള പേഷ്യൻസിനെ ഐസൊലേറ്റഡ് ആയി കീപ്പ് ചെയ്യാറുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കാണാനൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസിനും സ്റ്റാഫിനൊക്കെ പേടി വരാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാക്കൽറ്റീസിനോട് ചോദിക്കും, റെസ്പിറേറ്ററി മെഡിസിനിലെ ഫാക്കൽറ്റീസിനോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഈ പേഷ്യൻസിനെ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത്, കൈ വാഷ് ചെയ്യുന്ന കാര്യങ്ങളും മാസ്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫാക്കൽറ്റീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മാസ്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം, പക്ഷേ കൂടുതലായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റാണ്. ട്യൂബർകുലോസിസ് പോലുള്ളൊരു അസുഖം ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് പേർക്ക് ഉണ്ട് എന്നതാണ്. അപ്പോൾ ട്യൂബർകുലോസിസിനെതിരായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ക്യാമ്പയിനിങ്ങും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സെറ്റ് ചെയ്തത് കാരണം അതിൻ്റെ നമ്പേഴ്സ് ഭയങ്കരമായി കുറയ്ക്കാൻ പറ്റി. .+, എന്നുള്ള രൂപത്തിലൊക്കെ ട്യൂബർകുലോസിനെതിരെയുള്ള മരുന്നുകൾ ഭയങ്കര എക്സ്റ്റെൻസീവായി യൂസ് ചെയ്യാനും, പിന്നെ അത് യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട് വരുന്ന രൂപത്തിൽ, സാധാരണ TBയുടെ മരുന്ന് കഴിക്കുന്ന ആളുകളെന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ പറയാൻ വന്നൊരു കാര്യം, നമ്മളെ ചുറ്റുപാടും ഇല്ലാത്ത ഒരു അസുഖമല്ല ട്യൂബർകുലോസിസ്. ചുറ്റുപാടും ഇതൊക്കെ ആക്റ്റീവ്ലി അതിൻ്റെ ബാക്ടീരിയാസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അതൊരു ഇൻഫെക്ഷനായി മാറാത്തത് നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിരിക്കുന്നതുകൊണ്ടും നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കുക എന്ന് പറയുക. അതായത് നമ്മുടെ ശരീരത്തിൽ സാധാരണ ബാക്ടീരിയനെ പ്രതിരോധിക്കാനുള്ള എല്ലാ കോശങ്ങളും പ്രോപ്പറായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ ബാക്ടീരിയ വന്ന് ട്യൂബർകുലോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈവൻ ദോ MDR മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്യൂബർകുലോസിസും എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്യൂബർകുലോസിസും നമ്മൾ ചുറ്റും ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരില്ല എന്നാണ്. സോ നമ്മുടെ റെസ്പിറേറ്ററി മെഡിസിനിലെ ഫാക്കൽറ്റി പറഞ്ഞിരിക്കുന്ന ആ വേർഡ് നിങ്ങൾക്ക് എന്താ പറയുക, അതേ രൂപത്തിൽ റിപ്രൊഡ്യൂസ് ചെയ്ത് പറയുകയാണ്. നമ്മൾ ട്യൂബർകുലോസിസ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ കൺസപ്ഷൻസ്, പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻ D ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡയറക്റ്റ്ലി നമുക്ക് വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവായിരിക്കുന്നതാണ്. സോ നമ്മുടെ ന്യൂട്രീഷൻ, ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഒരുപാട് എന്താ പറയുക തുടച്ചു നീക്കാൻ പറ്റിയ ഒരു അസുഖമാണ് ക്ഷയരോഗം, അതായത് ട്യൂബർകുലോസിസ്. സോ അതേപോലെയുള്ള പ്രോപ്പർ ഡയറ്റ്, ഹെൽത്ത് കാരണം നമുക്ക് വരാൻ ചാൻസ് ഇല്ലാത്ത ബാക്കി നിങ്ങൾക്ക് അറിയുന്ന അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് അറിയാം. നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. സോ നെക്സ്റ്റ് ഡോക്ടർ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.